ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ക്രിക്കറ്റ് വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആപ്ലിക്കേഷനും വെബ്സൈറ്റും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ രണ്ടും തന്നെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു പരാതി നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അകത്തും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ചില രാജ്യങ്ങളിൽ അത് VPN യൂസ് ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. അതുപോലെ മറ്റു ചില രാജ്യങ്ങളിൽ ഇതൊന്നും യൂസ് ചെയ്യാതെ തന്നെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതിൽ രണ്ടിലും സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ആപ്ലിക്കേഷൻ രണ്ടും പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് ഉള്ളത് തന്നെയാണ്. ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. തീർച്ചയായിട്ടും എല്ലാ മത്സരങ്ങളും ഈ ഒരു രണ്ട് ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത് കാരണമാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ആപ്ലിക്കേഷൻ മുകളിലായിട്ട് കാണാൻ സാധിക്കും ലൈവ് സ്പോർട്സ് TV. ഇതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ വച്ചിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ കാറ്റഗറീസ് കാണാൻ സാധിക്കും. ലൈവ് ഫുട്ബോൾ മാച്ച്, ലൈവായിട്ട് നടക്കുന്ന എല്ലാ മാച്ചുകളും എല്ലാ സ്പോർട്സുകളും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി തന്നെ കാണാൻ സാധിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ലൈവ് 2020 വേൾഡ് കപ്പാണ്. അതിനായിട്ട് ഇതിനകത്ത് കാണാം ലൈവ് 2020 വേൾഡ് കപ്പ് 2021. ഈ ഒരു ഭാഗം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ പരസ്യം ഒന്ന് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക. മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പരസ്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ പരസ്യങ്ങളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തേക്കുക. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ മത്സരങ്ങളാണ് ഈ സമയത്ത് നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് ബംഗ്ലാദേശ് വേഴ്സസ് ശ്രീലങ്കയാണ്. നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം കൃത്യമായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയൊരു നെറ്റ്വർക്കിൻ്റെ സ്പീഡിൽ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കാരണം തന്നെ ഞാൻ ഈ ഒരു വീഡിയോയുടെ പോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ ഞാൻ മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ വെക്കുന്നുണ്ട്. രണ്ടാമത്തെ ഈ ഒരു ആപ്ലിക്കേഷന് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയിട്ടുള്ള ആപ്ലിക്കേഷനേക്കാളും ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കുറച്ച് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ബഫറിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഏതായാലും നിങ്ങൾ രണ്ട് ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാച്ച് എന്നുള്ള ഓപ്ഷൻ ആദ്യം തന്നെ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ പരസ്യങ്ങളൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുക. ശേഷം നമുക്ക് ഇതുപോലൊരു ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. മുകളിലായിട്ട് കാണാൻ സാധിക്കും എക്സ്ക്ലൂസീവ് 2020 വേൾഡ് കപ്പ്. ആ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. 2020 വേൾഡ് കപ്പ് ലിങ്ക് 1ഉം 2ഉം. നമുക്ക് ഒന്നാമത്തെ ലിങ്ക് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ലിങ്ക് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒന്നാമത്തെ ലിങ്ക് ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, കൃത്യമായിട്ട് തന്നെ അവർ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലൈവായിട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബംഗ്ലാദേശും അതുപോലെ തന്നെ ശ്രീലങ്ക മാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കരുതുന്നു. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.